ഇനി നമുക്ക് നിങ്ങളുടെ പേഴ്സൺ അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോട് നിങ്ങളെക്കുറിച്ച് എന്താണ് പറയാറുള്ളതെന്ന് നോക്കിയാലോ. ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോടാണ് നമ്മൾ മനസ്സ് തുറന്ന് എല്ലാ കാര്യങ്ങളും പറയാറ് അല്ലേ. എന്താണെന്ന് നോക്കാം നമുക്ക്. കാർഡ്സ് ഷഫിൾഡാണ് കേട്ടോ. 3 of Pentacles, ഓക്കെ. Queen of Cups, good. 9 of Wands, Queen of Pentacles, Ace of Pentacles, Chariot, okay. 2 of Wands, the Sun, bottom of the deck വന്നിട്ട് the Hermit. അവർക്ക് തോന്നുന്നുണ്ട് നിങ്ങൾ വളരെ ഇമോഷണലായിട്ട് കുറച്ച് സ്ട്രെയിൻ അനുഭവിക്കുന്ന ഒരു സങ്കടം എല്ലാം അനുഭവിക്കുന്ന ഒരു സമയമാണ് എന്ന് അവർക്ക് തോന്നുന്നുണ്ട്. അവർക്ക് അറിയാം ഇവരുടെ ലൈഫിലുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളെ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട് എന്ന് ഇവർക്ക് മനസ്സിലാവുന്നു. നിങ്ങൾ അവിടെ ഒരു തടസ്സമായിട്ടും അതേപോലെ വളരെ വിഷമത്തോടെയുമാണ് ആ സിറ്റുവേഷനെ കാണുന്നത് എന്ന് ഇവർക്ക് മനസ്സിലാവുന്നുണ്ട്. അത് ഇവരുടെ ഫ്രണ്ടിനോട് പറയുന്നുണ്ട് കേട്ടോ. 9 of Wands വെച്ച് ഈ തടസ്സം മറികടന്ന് അവർക്ക് ആ റെസ്ട്രിക്ഷൻ മറികടന്ന് അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു വിഷമം അവരുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ സ്വയം സമ്പാദിക്കുന്ന ഒരു വ്യക്തിയാണ്, നിങ്ങളെ അവർക്ക് ഭയങ്കര റെസ്പെക്റ്റാണ് എന്നും പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ കാര്യങ്ങൾ തീരുമാനിക്കാനും എല്ലാം സ്വതന്ത്രമായ കാര്യങ്ങൾ ചിന്തിച്ച് തീരുമാനിച്ച് അത് പ്രാവർത്തികമാക്കുന്ന ഒരു വ്യക്തിയാണ്, സ്വയം സമ്പാദിക്കുന്ന വ്യക്തിയാണ്. അതിൽ ഒരുപാട് നിങ്ങളെ ബഹുമാനിക്കുന്നു. അത് ഇവരുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ പുതിയ തുടക്കങ്ങളെന്നും ഭയപ്പെടാത്ത ഒരാളാണ്, ഉറച്ച തീരുമാനങ്ങൾ എടുക്കുന്ന ആളാണ്. അവരെ പോലെ ഒരു ഉറച്ച തീരുമാനം എടുക്കാൻ എനിക്ക് സാധിക്കുന്നില്ലല്ലോ എന്ന് ഇവർ വിഷമത്തോടെ പറയുന്നതായിട്ട് കാണുന്നു കേട്ടോ. 2 of Wands വെച്ച് അവർ കൺഫ്യൂസ്ഡാണ്. അവരുടെ കൺഫ്യൂഷൻ നിങ്ങളെ ഇമോഷണലി കുറച്ച് ഡ്രെയിൻ ചെയ്യുന്നതായിട്ട് അവർക്ക് മനസ്സിലാവുന്നുണ്ട് എന്നും ഇവർ പറയുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളുടെ 2 പേരുടെയും തന്നെ ലൈഫിൽ തേർഡ് പാർട്ടീസ് ഉണ്ടായിരിക്കും. അതായത് നിങ്ങളും മാരീഡ് ആയിരിക്കാം, നിങ്ങളുടെ പേഴ്സണും മാരീഡ് ആയിരിക്കാം. ഓക്കെ, ആ ഒരു സിറ്റുവേഷനും അവരെ സങ്കടപ്പെടുത്തുന്നുണ്ട് എന്ന് ഇവർ മനസ്സിലാക്കുന്നു എന്ന് ഇവരുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ഒരാളാണ്. നിങ്ങൾ വന്നതിന് ശേഷം അവർക്ക് ലൈഫിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് ഇവരുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. ഹെർമിറ്റ് വെച്ച് നിങ്ങൾ ലൈഫിൽ ഒറ്റപ്പെട്ട് ഇരിക്കുന്ന ഒരാളാണെന്ന് അവർക്ക് തോന്നാറുണ്ട്. ആൾക്കൂട്ടത്തിൽ ഇരിക്കുമ്പോഴും മാനസികമായി നിങ്ങൾക്ക് എപ്പോഴും ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യാറുണ്ട് എന്ന് ഇവർ കരുതുന്നു കേട്ടോ. നിങ്ങൾ കുറേ യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എന്നും ഇവർക്ക് തോന്നുന്നുണ്ട്.